സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിട്ടുള്ള ഈ ഒരു സിനിമ ഇങ്ങനെ ഈ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർനാഷണൽ ഡ്രാമ ഫെസ്റ്റിവലും സൂര്യ ഫെസ്റ്റിവലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേജ് ഫിയർ എന്നുള്ളതും അതുപോലെ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു അഭിനയത്തിന്റെയും കാര്യത്തിൽ ഞാൻ സ്പോട്ട് ഡയലോഗ് നമ്മൾ പഠിച്ചിട്ടാണ് നാടകത്തിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഡ്രാമ ആർട്ടിസ്റ്റ് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അധികം പേടി തോന്നിയില്ലായിരുന്നു. ഉണ്ടായിരുന്നോ സാർ അധികം എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അഭിനയിക്കുമ്പോ ഇത്ര എനർജി വേണ്ടായിരുന്നു, പക്ഷെ കൂടുതലാണ്. അല്ല, സ്വീറ്റിയെ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്കുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സ്വീറ്റി വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് ആ കഥാപാത്രത്തിന് വേണ്ടത് ഒരു മോട്ടിവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീ ധന്യ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ എപ്പോഴൊക്കെ ലോ ആകുന്നു അവിടെയൊക്കെ അവളെ കൈപിടിച്ച് പൊക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇപ്പം ഇതിനകത്ത് ധന്യ പറഞ്ഞു, കുറച്ചു മുമ്പേ പറഞ്ഞു അമ്മയായിട്ട് ഫീൽ ചെയ്തു. ആക്ച്വലി അങ്ങനെ ഒരു സീനുണ്ട്. ആ സീൻ തന്നെ അങ്ങനെയാണ്. അവൾക്ക് അമ്മയെ ഓർമ്മ വരുന്നുണ്ട്. ഒരു സിനിമയുടെ ഒരു പ്രത്യേക ഘട്ടത്തില് ആദ്യമായിട്ടാണ് ഈ സ്ത്രീയെ കാണുന്നത്, ഈ സ്വീറ്റിയുടെ ക്യാരക്ടറിനെ കാണുന്നത്. അതൊരു അവളുടെ ലൈഫിലെ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു മൊമെന്റ് ആണ്. ആ മൊമെന്റിൽ മറ്റാരുമില്ലാതെ ഈ വ്യക്തി അവളെ ചേർത്ത് പിടിക്കുമ്പോൾ, തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ എപ്പോഴും അവൾ മറന്നുപോയിട്ടുള്ള തായെ എന്ന് പറയുന്ന ഒരു പശ്ചാത്തല സംഗീതമാണ് അവിടെ വരുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അവളുടെ അമ്മയെ അവൾ കണ്ടെത്തുന്നത് ഈ എന്താ പറയുക, സ്ത്രീ അല്ലാത്ത ജെൻഡറുള്ള മറ്റൊരാളിലാണ്. അതായത് മാതൃസ്നേഹത്തിന് അമ്മയെന്നോ അല്ലെങ്കിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒരു ലിംഗമെന്നോ വേർതിരിവില്ലാതെയാണ് മാതൃത്വം അല്ലെങ്കിൽ മാതൃസ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം കിടക്കുന്നത്. അത് നമുക്ക് ഏതിലും കണ്ടെത്താം. മാതൃസ്നേഹം നമ്മൾ ചില ബിംബങ്ങളിൽ കണ്ടെത്താം, നമുക്ക് ഭദ്രകാളി രൂപത്തിൽ കണ്ടെത്താം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് അമ്മ എന്ന് പറഞ്ഞ പ്രൊട്ടക്ടറാണ്. ആ പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഫീല് കണ്ടെത്തുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ശരിക്കും സിനിമയിൽ സ്വീറ്റിയുടെ ക്യാരക്ടറിനെ നമ്മൾ കാണിക്കുന്നത്. സോ ആ കഥാപാത്രത്തിന് വേണ്ട മികവും തികവും ഒരേപോലെ കൊടുത്തുകൊണ്ട് സ്വീറ്റി അത് മനോഹരമാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.